ഞങ്ങളെത്തുമ്പോൾ വല്ലപ്പുഴയിൽ ചെറിയ മഞ്ഞുണ്ടായിരുന്നു. പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ ഗ്രാമത്തിലെത്താം. ഇവിടെയാണ് മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ച സൈനബ യൂസഫിന്റെ വീട്, ജാസ് വില്ല. വീടിന്റെ ഒരു ഭാഗത്ത് മുയലുകൾക്ക് മഞ്ഞ് വകവയ്ക്കാതെ തീറ്റ കൊടുക്കുകയായിരുന്നു ആ കർഷക. തൊട്ടടുത്ത് മീനുകൾ നിറഞ്ഞ ചെറിയ ഒരു കുളം. അതിനരികിലായി 20ഓളം ഗ്രോ ബാഗിൽ പയർ നട്ടിരിക്കുന്നു. ഇതിനോട് ചേർന്ന് ചെറിയ ഒരു പൂന്തോട്ടം. തൃശൂരിൽ നിന്നും കൊണ്ടുവന്ന ബുദ്ധ ബാമ്പു. മതിലിൽ പച്ചിലച്ചെടി പടർത്തിയിരിക്കുന്നു. വീടിന് ചുറ്റുമായി തുളസി, കള്ളിച്ചെടി, തെറ്റിപ്പൂവ്, റെഡ് പാം, യൂണിപ്രസ് മരം, അങ്ങനെ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കി കളയാത്ത ഈ വീടും പരിസരവും മതി ഈ കർഷകയുടെ മികവറിയാൻ. വീടിന്റെ തൊട്ടപ്പുറത്തെ തറവാട്ടുവക 5 ഏക്കറിലാണ് ഡയറി ഫാം. സ്വന്തം സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മിൽക്ക് സൊസൈറ്റി കടന്നു വേണം ഫാമിലെത്താൻ. കാൽ നൂറ്റാണ്ടോളം ഭർത്താവ് യൂസഫിനൊപ്പം വിദേശത്തായിരുന്ന വല്ലപ്പുഴ കുറവട്ടൂരിലെ സൈനബ അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം 7 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ഭർത്താവിന്റെ വിയോഗം സൃഷ്ടിച്ച ഒറ്റപ്പെടൽ ദുഃഖത്തിനൊപ്പം കടന്നുവന്ന ഹൃദയസംബന്ധമായ രോഗപീഠകൾ, ഇവയിൽ നിന്ന് സൈനബയെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയത് പശുവും ആടും കോഴിയും മുയലുമൊക്കെയാണ്. മനസ്സിന് ധൈര്യം പകരാൻ എന്തെങ്കിലും തുടങ്ങണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശമാണ് ഡയറി ഫാം തുടങ്ങാൻ സൈനബയ്ക്ക് പ്രേരണയായത്. ഞാൻ തുടങ്ങിയത് ഒരു പശുവില, അതൊരു എച്ചപ്പേനായിരുന്നു. പിന്നെ ഞാൻ 3 പശുവാക്കി. അങ്ങനെ ഒരു 8 പശു വരെ വാങ്ങിച്ചു. പിന്നെ അതിന് അങ്ങനെ ഒരു 3 വർഷം കൊണ്ടിടുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന്ന് പ്രസവിച്ച കുട്ടികളും പിന്നെ വേറെ എനിക്ക് നല്ലതാണെന്ന് തോന്നി കണ്ട് വാങ്ങും. അങ്ങനെയൊക്കെ കൂടി ആയിട്ടാണ് ഇപ്പം ഇത്രയും 10 കുട്ടികളടക്കം 50 ആളുണ്ട്. എനിക്ക് 32 പശുക്കളും ബാക്കി കുട്ടികൾ ചെനപ്പിടിപ്പിക്കാൻ പറ്റിയ കന്നുകുട്ടി പരിപാലനത്തിൻ്റെ കുട്ടികളുണ്ട്. ഇതിനെ എനിക്ക് വളരെ സഹായിച്ചിട്ടുണ്ട് നമ്മളെ വല്ല വെറ്റിനറി വിഭാഗത്തുനിന്നും. അതേമാതിരി പല ആൾക്കാരും കുടുംബങ്ങളായിട്ടും പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട്. അവരെ എനിക്ക് അറിയാത്തത് പറഞ്ഞു തരും, അവരെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സഹായങ്ങളും എനിക്ക് തരും. അങ്ങനെ വളരെ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. 2009 ഒരു പശുവും 6 ആടുകളുമായി തുടങ്ങിയ ഫാമിൽ 60ഓളം പശുക്കളും അത്ര തന്നെ ആടുകളുമുണ്ട് ഇപ്പോൾ. പശുക്കളിൽ കൂടുതലും അയർലൻഡുകാരികളായ HF ഇനമാണ്. കൂടാതെ സുനന്ദിനി, ജേഴ്സി, സിന്ധി, കാസർഗോഡ് ഡോർഫ് തുടങ്ങിയ ഇനം പശുക്കളും ഇവിടെയുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വായു തങ്ങി നിൽക്കാതെ ചുറ്റും തുറസായ നീളമുള്ള ഷെഡിൽ 2 നിരയായിട്ടാണ് പശുക്കളെ കെട്ടിയിരിക്കുന്നത്. ഏതു സമയവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് ട്രിങ്കർ, പ്രഷർ വാഷർ, ഫ്ലൈ ട്രാപ്പ്, മിസ്റ്റ് ഷവർ, മിൽക്കിംഗ് മെഷീൻ, റബ്ബർ മാറ്റ്, ഫ്ലൈ ഷീറ്റ്, മ്യൂസിക് സിസ്റ്റം, ഫാൻ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഈ ഫാമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 32 ലിറ്റർ പാൽ ചുരത്തുന്ന HF ഉൾപ്പെടെ 25ഓളം പശുക്കളെ മെഷീൻ ഉപയോഗിച്ചും ബാക്കിയുള്ള കറവ പശുക്കളെ കൈകൊണ്ടുമാണ് കറക്കുന്നത്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന കറവ 6 മണിയോടുകൂടി അവസാനിക്കും. പ്രതിദിനം 300 ലിറ്ററോളം പാൽ സൈനബയുടെ ഫാമിൽ നിന്നും ചെവിക്കൽപ്പടി ക്ഷീര കർഷക സഹകരണ സംഘത്തിലെത്തും. രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീച്ച് വീട്ടില് നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമസ്കാരമുണ്ട്. നമസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫാമിൽ വരും. ഫാമിൽ വന്ന് പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ 9 മണിയാവും. 9 മണിയായി കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരും.
ഇവിടെ അത്യാവശ്യം വേണ്ട എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് വേറെ പിന്നെ ബാക്കിയുള്ളത് വരും ചെയ്യും. ഇവിടെ പശുവിനെ കറക്കാനും കുളിപ്പിക്കാനും ഒരു ഫാമിലി ഉണ്ട്. പിന്നെ പുറത്ത് 5 ആൾ പണിക്കുണ്ട്. അവർ പുല്ലരിയും ആടിനെ നോക്കും, അവർക്ക് തിന്നാൻ കൊടുക്കും, ബാക്കി തൊഴുത്ത് വൃത്തിയാക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സഹായിക്കും. അതേമാതിരി പുറത്തുനിന്ന് ആടിന് തിന്നാൻ കൊണ്ടുവരാനും അതിനെല്ലാം അവർ സഹായിക്കും. തീറ്റ വന്നാൽ ഇടാൻ എല്ലാം അവരെ സഹായിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാവിലത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൈനബ നേരെ ഫാമിലെത്തും. തുടർന്ന് പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒപ്പം പണികളും ചെയ്തു തുടങ്ങുന്നു. നേപ്പാൾ സ്വദേശികളായ ഒരു കുടുംബവും നാട്ടുകാരായ 7 പേരും ചേർന്നാണ് പണികൾ മൊത്തം ചെയ്യുന്നത്. പച്ചക്കറി ഉണ്ടാക്കിയാൽ അതിന്റെ വെട്ടിക്കളയണ വേസ്റ്റ് വള്ളികളെല്ലാം ഞാൻ പശുവിന് കൊടുക്കും. അങ്ങനെ ഓരോ എന്റേതായ രൂപത്തിൽ ഞാൻ നോക്കും. വേനൽക്കാലത്തും വർഷക്കാലത്തും വേറെ വേറെ തീറ്റ കൊടുക്കുക. വേനൽക്കാലത്ത് ഞാൻ പൊടി രൂപത്തിലുള്ള തവിടുകൾ മിക്സ് ചെയ്ത് അത് കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. മിനറൽ മിക്സർ ഏത് കാലം കൊടുക്കുന്നുണ്ട്, കാൽസ്യവും അതെല്ലാ കാലത്തും ഉണ്ട്. ആയൂറിന്റെയാണ് അധികം കൊടുക്കാറ്. പശു വളർത്തൽ തുടങ്ങിയ കാലം മുതൽ മഴക്കാലത്തും വേനൽക്കാലത്തും 2 തരം തീറ്റകളാണ് പശുക്കൾക്ക് നൽകിപ്പോരുന്നത്. ബിയർ വേസ്റ്റ്, ചോളപ്പൊടി, മക്കച്ചോളത്തിന്റെ ചണ്ടി, കപ്പ വേസ്റ്റ്, പരുത്തിപ്പിണ്ണാക്ക് എന്നിവ വാങ്ങി മിക്സ് ചെയ്താണ് മഴക്കാലത്ത് പശുക്കൾക്ക് കൊടുക്കുന്നത്. വേനൽക്കാലത്ത് ഉഴുന്ന തവിട്, സോയാബീൻ, പയർത്തൊലി എന്നിവ മിക്സ് ചെയ്താണ് കൊടുക്കാറുള്ളത്. കൂടാതെ പെല്ലറ്റും. പുസ്തകം വായിച്ചും മറ്റും കിട്ടിയ നാട്ടറിവുകളും സൈനബ പ്രയോഗിക്കാറുണ്ട്. പപ്പായ കൊത്തിയരിഞ്ഞ് വേവിച്ചു കൊടുക്കുക, മഞ്ഞളിന്റെയും പയറിന്റെയും കൃഷി കഴിഞ്ഞാൽ അതിന്റെ ചണ്ടി, അകത്തിച്ചീര, ശീമക്കൊന്ന എന്നിവ വെയിലത്ത് വാട്ടി കൊത്തിയരിഞ്ഞ് പശുക്കൾക്ക് കൊടുക്കുക. ഇവയെല്ലാം കാലിത്തീറ്റയിൽ ഉൾപ്പെടുത്തി തീറ്റ ചെലവ് കുറയ്ക്കുകയും പാലിന്റെ ഉൽപ്പാദനം കൂട്ടുകയുമാണ് സൈനബ ചെയ്യാറുള്ളത്. പറമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള 2 ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം ടാങ്കുകളിൽ ശേഖരിച്ചാണ് തൊഴുത്ത് കഴുകാനും പശുവിനെ കുളിപ്പിക്കാനും കൃഷിക്കായും ഉപയോഗിക്കുന്നത്. മടിയിൽ അയഡിൻ സൊല്യൂഷൻ വെക്കും കറവ കഴിഞ്ഞാൽ. പിന്നെ അത് ഇടക്ക് അയോഡിൻ സൊല്യൂഷന് വെള്ളം കൂട്ടി അതിന് മടി കഴുകും. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് മടി കഴുകും. പിന്നെ തൊഴുത്തിൽ തുണി കഴുകണ അലക്കുകാരം കൊണ്ട് 5 മില്ലി വീര്യത്തിൽ പശുവിന്റെ കാലിലും കയ്യിലും ഒഴിച്ചു കൊടുക്കും. തൊഴുത്തിലും ഒഴിക്കും. അതൊരാഴ്ചയിലൊരു ദിവസം ഒഴിക്കും. പിന്നെ ബ്ലീച്ചിങ് പൗഡറും ഒരു മാസത്തിലൊരു ദിവസം ഇട്ട് കഴുകും. കുമ്മായം അതേമാതിരി തന്നെ ഇടയിലൊരു ദിവസം ഇട്ട് നന്നായി കഴുകും. അതാണ് ഞാൻ അണുനാശിനി ആയിട്ട് ഉപയോഗിക്കണം അധികം. ടാങ്കിന്റെ സൈഡ്, ചാണകക്കുഴി തുടങ്ങിയ സ്ഥലങ്ങളിൽ കുമ്മായപ്പൊടി വിതറുന്നതിനാൽ തൊഴുത്തും പരിസരവും വൃത്തിയായും അണുബാധയില്ലാതിരിക്കാനും സഹായിക്കുന്നു. പശുവിന്റെ മുലക്കാമ്പിലുണ്ടാകുന്ന കുരുക്കൾ വരാതിരിക്കാൻ മുലക്കാമ്പ് അയഡിൻ ലായനിയിൽ മുക്കുക. കുളമ്പ് രോഗം വരാതിരിക്കാൻ 5 മില്ലി സോഡാക്കാരം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പശുവിന്റെ കാലുകളിലും തൊഴുത്തിലും ഒഴിക്കുക. പുൽത്തൈലം തളിക്കുക. തൊഴുത്തിനു ചുറ്റും സാമ്പ്രാണി പുകയ്ക്കുക. പശുക്കൾക്ക് അകിടുവീക്കം വരാതിരിക്കാൻ കറ്റാർവാഴ പ്രയോഗം തുടങ്ങിയവയും സൈനബ ഈ ഫാമിൽ ചെയ്യാറുണ്ട്. കറ്റാർവാഴ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ. അത് അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ കറ്റാർവാഴ പോള, ഇത് എന്താണ് തൊട്ടാവാടി മുഴുവൻ വേരോട് കൂടി അത് കൊത്തി നുറുക്കുക. ഈ കറ്റാർവാഴയും കൊത്തി മുറിച്ച് ചെന്നി നായകം 1 കഷ്ണം, 3 ഗ്രാം ചുണ്ണാമ്പിടും. പിന്നെ 3 ഗ്രാം ചുണ്ണാമ്പല്ല, കുറച്ച് ചുണ്ണാമ്പ്, 3 ഗ്രാം മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി അരക്കും. നന്നായി നൈസായി അരച്ച് 3 ദിവസം തേച്ച് കൊടുത്താൽ നന്നായി അകിട് വീക്കം കുറഞ്ഞു വരുന്നുണ്ട്. അത് പ്രസവിച്ച ഉടനെയുള്ള അകിട് വീക്കല്ല, പിന്നീട് ഉണ്ടാകുന്ന അകിട് വീക്കത്തിന്റെ നീര് നന്നായി കുറയും. 2 ഏക്കർ സ്ഥലത്ത് സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന കാലികൾക്ക് ഏറെ പ്രിയങ്കരമായ CO3, പയറുവർഗത്തിൽപ്പെട്ട ഒരു ദീർഘകാല വിളയായ സ്റ്റൈലോസാൻഡസ്, ധാന്യവർഗത്തിൽപ്പെട്ട മണിച്ചോളം മുതലായവയാണ്
കാലികൾക്ക് തീറ്റപ്പുല്ലായി കൊടുക്കുന്നത്. വല്ലപ്പുഴ വെറ്റിനറി സർജൻ ഡോക്ടർ ജ്യോതിഷ് കുമാറിന്റെ പ്രോത്സാഹനവും സഹായങ്ങളും സൈനബയ്ക്ക് ഈ രംഗത്ത് ഒരു മുതൽക്കൂട്ടായി മാറി. ശ്രീമതി സൈനബ യൂസുഫ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ ഒരു ഡയറി ഫാം തുടങ്ങിയിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഫാമിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് അവർക്ക് ഈ വർഷത്തെ മികച്ച വനിതാ സംരംഭകയുള്ള അവാർഡ് ലഭിക്കാൻ കഴിഞ്ഞു. വളരെ ശാസ്ത്രീയമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും പശുപരിചരണം നടത്തുന്ന ഒരു വനിതാ കർഷകയാണ് അവർ. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന പ്രകാരം വേണ്ട രീതിയിലുള്ള ശാസ്ത്രീയ പരിപാലനം നൽകുന്നതുകൊണ്ട് വളരെ മെച്ചപ്പെട്ട ഉൽപാദനം അവർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. പശുക്കൾക്ക് പുറമെ ആട്, കോഴി, ടർക്കി കോഴി തുടങ്ങിയ വിവിധ ഇനം മൃഗപക്ഷികളെ അവർ വളർത്തുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ ഏത് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ നന്നായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വിജയവുമാണ്. കൂടാതെ വിവിധ തരത്തിലുള്ള അവാർഡുകൾ അവരെ തേടി എത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ ഓർഡർ ഫാം സ്കൂൾ കഴിഞ്ഞ 3 വർഷത്തിനു മുമ്പ് അവർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു തീറ്റപ്പുൽ കൃഷിയും അവർ ഇവിടെ അനുവർത്തിച്ചു പോരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു തീറ്റ കൊടുക്കുന്ന സമ്പ്രദായമാണ് അവർ അനുവർത്തിച്ചു പോരുന്നത്. വളരെ നൂതനമായ വിദ്യകൾ സ്വായത്തമാക്കാനുള്ള കഴിവുള്ള ഒരു കർഷകയാണ് ശ്രീമതി സൈനബ. പശു വളർത്തലിനൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയിലെ ആടുവളർത്തലിലൂടെയും ആദായം കണ്ടെത്തുകയാണ് സൈനബ യൂസഫ്. അട്ടപ്പാടി, ജംനാപ്യാരി, മലബാറി, കോലാട്, നാടൻ, സങ്കരയിനം തുടങ്ങി 60ഓളം ആടുകളാണ് ഇവിടെയുള്ളത്. പശുക്കൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ പുളിയരി, മക്കച്ചോളം, തേങ്ങാപ്പിണ്ണാക്ക്, ചോളത്തവിട് എല്ലാം മിക്സ് ചെയ്ത് വേവിച്ച് 2 നേരം കഞ്ഞിയും പിന്നെ പ്ലാവിലയുമാണ് ആടുകളുടെ ആഹാരം. ആടുകള് ജമുനാബാരി, മലബാരി, അട്ടപ്പാടി, പിന്നെ കോലാട്, നാടൻ ഇനങ്ങളുമുണ്ട്. പിന്നെ അതിന് തിന്നാൻ കൊടുക്കുന്നത് തീറ്റക്രമം പുളിയരി, മക്കച്ചോളപ്പൊടി, തേങ്ങ പിണ്ണാക്ക്, ചോളത്തവിട്. ഇതെല്ലാം പുളിയരി മക്കച്ചോളപ്പൊടി വേവിക്കും. വേവിച്ച് പിണ്ണാക്കും ചോളത്തവിടും കുതിർത്തി അതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യും. പിന്നെ ഇലയും കൊടുക്കും. 2 നേരം ഈ കഞ്ഞി കൊടുക്കും. ആദ്യം കഞ്ഞി ശരിയാക്കി റെഡിയാക്കി അവരെ വിടാൻ തന്നെ തുടങ്ങുള്ളൂ. മിനറൽ മിക്സ്ചർ, വൈറ്റമിൻസ് മുതലായവ ശരിയായ സമയത്ത് ആടുകൾക്ക് കൊടുക്കുന്നതിനാൽ കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടാകാറില്ല. സാധാരണ ഫാമുകളിൽ മൃഗങ്ങൾക്ക് കണ്ടുവരുന്ന അസുഖങ്ങൾ ഇവിടെ ഈ ഫാമിൽ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാന കാരണം വളരെ വൃത്തിയായ രീതിയിൽ ഇവർ ഫാം സൂക്ഷിക്കുകയും മൃഗങ്ങളെ വളരെ വൃത്തിയായ രീതിയിൽ ആത്മാർത്ഥതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരിപാലിക്കുന്നതാണ് ഇത്തരം ഈ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വേണ്ട രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ ഇവരുടെ പശുക്കൾക്ക് നൽകി പോരുന്നുണ്ട്. ആടുകൾക്ക് മേയാനും വിശ്രമിക്കാനും പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. എത്ര മഴയായാലും വെയിലായാലും ഇവർ ഇവിടെ സുരക്ഷിതരാണ്. ഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊന്നും പാഴാക്കി കളയുന്നില്ല. ഫാമിനോട് ചേർന്ന് തന്നെ സ്ലറി ടാങ്കും ബയോഗ്യാസ് പ്ലാന്റും നിർമ്മിച്ചിട്ടുണ്ട്. ഫാമിനോട് ചേർന്നുള്ള ഈ പുരയിടത്തിൽ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. റോബസ്റ്റ, ചെങ്കതളി, പാളയംതോടൻ, ഞാലിപ്പൂവൻ, നേന്ത്രൻ തുടങ്ങി 800ഓളം വാഴകളും മുളക്, വെണ്ട, ചേന, ചേമ്പ് തുടങ്ങി വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഈ പറമ്പിൽ കൃഷി ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 3500 രൂപയ്ക്കാണ് പാൽച്ചേമ്പ് വിറ്റത്. 40 കിലോയോളം ചേനയും ഈ പറമ്പിൽ വിളഞ്ഞു. ഏത് കാലാവസ്ഥയിലും ഭാരതപ്പുഴയിൽ നിന്നും ഒഴുകിവരുന്ന ഈ കൈത്തോടിന്റെ മടിത്തട്ടിലാണ് സൈനബ യൂസഫിന്റെ 10 ഏക്കർ നെൽകൃഷി.
പഞ്ചഗവ്യം, ജീവാമൃതം തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ജൈവ കൃഷി രീതിയാണ് സൈനബ അവലംബിക്കുന്നത്. 10 ഏക്കറിലെ നെൽകൃഷി, 5 ഏക്കറിലെ പച്ചക്കറി കൃഷി, ആടുവളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ, മുയൽ വളർത്തൽ. സൈനബ യൂസഫ് എന്ന ഈ കർഷക കാർഷിക രംഗത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത നമ്മുടെ കാർഷിക ലോകത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകി നമുക്കിടയിൽ വേറിട്ട് നിൽക്കുമ്പോൾ കാർഷിക കേരളത്തിന്റെ മറ്റൊരു പ്രൗഢ അഭിമാനമായി അത് മാറുന്നു. കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കർഷക അവാർഡിൽ ഏറ്റവും മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം വല്ലപ്പുഴയിലെ സൈനബ യൂസഫ് ഏറ്റുവാങ്ങിയപ്പോൾ അവിടെ ചാരിതാർത്ഥ്യമണിഞ്ഞത് കൃഷിക്കു വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു ജീവിതത്തിന്റെ അധ്വാന മഹിമയായിരുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംയോജിത മത്സ്യകൃഷിക്ക് ധനസഹായം, ആടുവളർത്തലിൽ സംരംഭക പരിശീലനം, തേനീച്ച കോളനികൾ വിതരണത്തിന്. ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത ഫാമിംഗ് പദ്ധതി പ്രകാരം കുട്ടനാട്ടിലെയും തൃശൂരിലെ കോൾ നിലങ്ങളിലെയും പാടങ്ങളിൽ നെല്ലും മീനും കൃഷി ചെയ്യാൻ സാമ്പത്തിക സഹായം നൽകുന്നു. കുട്ടനാട്ടിലെ 40,000 ഹെക്ടർ ഒരുപ്പ് നിലങ്ങൾ പുഞ്ചകൃഷിക്ക് ശേഷം 6 മാസത്തോളം തരിശായി കിടക്കും. ഒരു വിള കൊഞ്ച് കൃഷി ചെയ്യാൻ ഈ സ്ഥലം പ്രയോജനപ്പെടുത്താം. അഡാക്കിന്റെ എറണാകുളത്തും ആലപ്പുഴയിലുമുള്ള ഓഫീസുകൾ വഴി കൃഷിക്കാവശ്യമായ സാങ്കേതിക ഉപദേശവും ധനസഹായവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആലപ്പുഴ 047722622322, എറണാകുളം 048428054779. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ ഇന്റഗ്രേഷൻ ഫാമിൽ വളർത്തിയെടുത്ത ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികൾ തിരുവനന്തപുരത്തെ പേട്ടയിലെ ഓഫീസിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപര്യമുള്ളവർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 0472478585, മൊബൈൽ നമ്പർ 9495000915. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആട് വളർത്തൽ എന്ന വിഷയത്തിൽ 4 ദിവസത്തെ താലൂക്ക് തല സംരംഭക പരിശീലനം നവംബർ 17 മുതൽ 20 വരെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തും. പ്രസ്തുത പരിശീലനത്തിൽ പങ്കെടുക്കാൻ മൃഗസംരക്ഷണ മേഖലയിൽ പുതിയതായി സംരംഭങ്ങൾ തുടങ്ങുവാൻ താൽപര്യമുള്ളവരും നിലവിൽ സംരംഭങ്ങൾ ഉള്ളവരും ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിലെ അതാത് പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികളിൽ നവംബർ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫോം പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികളിൽ നിന്നും ലഭിക്കുന്നതാണ്.
തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ കാട വളർത്തലിൽ സൌജന്യ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ നാളെ രാവിലെ 9 മണിക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. ആദ്യം ഹാജരാകുന്ന 50 പേരെ മാത്രമേ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട നമ്പർ 047127321918. തിരുവനന്തപുരത്തെ വെള്ളായണി തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് രോഗവിമുക്തമായ തേനീച്ച കോളനികൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. ആവശ്യമുള്ള കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0471238442. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിൽ 2015-2016 വർഷത്തെ SCA-SCP പദ്ധതി പ്രകാരം കാലിത്തൊഴുത്ത് നിർമ്മാണം, ഗർഭിണി പശു വളർത്തൽ എന്നീ പദ്ധതികൾ നടപ്പാക്കുന്നതിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർ മരങ്ങാട്ടുപള്ളിയിലുള്ള ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,400 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 11,200 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,200 രൂപ, കൊപ്ര കൊച്ചി 7,035 രൂപ, കൊപ്ര കോഴിക്കോട് 7,350 രൂപ, കൊപ്ര തൃശൂർ 6,975 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 65,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,100 രൂപ, ചുക്ക മീഡിയം 19,000 രൂപ, ചുക്ക് ബസ്റ്റ് 20,500 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,300 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,400 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,400 രൂപ, കൊപ്ര 7,035 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 65,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,100 രൂപ, ചുക്ക മീഡിയം 19,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,500 രൂപ, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 380-നും 400-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 500-നും 850-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,300 രൂപ, ഒട്ടുപാൽ 7,500 രൂപ, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖലകളിൽ നിന്ന് മുഖ്യ വിപണികളിലേക്കുള്ള റബ്ബർ ഷീറ്റ് വരവ് പതിവിലും ചുരുങ്ങി. റബ്ബറിന്റെ അവധി വ്യാപാരത്തിലെ തളർച്ചയാണ് ഉൽപാദകരെ ചരക്ക് വിൽപ്പനയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ലഭ്യത കുറഞ്ഞിട്ടും വ്യവസായികൾ ഷീറ്റ് വിലയിൽ കാര്യമായ മാറ്റത്തിന് തയ്യാറായില്ല. 4ാം ഗ്രേഡ് കിലോയ്ക്ക് 113 രൂപയാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം തമിഴ്നാട്ടിലെ കൊപ്ര കളങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറഞ്ഞു. മഴ മൂലം തേങ്ങാവെട്ട് തടസ്സപ്പെട്ടാൽ വെളിച്ചെണ്ണ വില മുന്നേറുമെന്ന നിഗമനത്തിലാണ് ഓയിൽ മില്ലുകാർ. കുരുമുളക് വ്യാപാര രംഗം സജീവമാണെങ്കിലും നിരക്കുയർത്താൻ വാങ്ങലുകാർ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ തയ്യാറായില്ല. ആഭ്യന്തര വ്യാപാരികളിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾക്കുള്ള ഡിമാൻഡ് ദീപാവലി വരെ തുടരാൻ ഇടയുണ്ട്. ഗാർബിൾഡ് കുരുമുളക് കിലോയ്ക്ക് 681 രൂപയിലാണ്. പാൻ മസാല വ്യവസായികൾ മലബാർ മേഖലയിൽ നിന്ന് അടയ്ക്ക ശേഖരിക്കാൻ ഉത്സാഹിച്ചു. മികച്ച ഇനം അടയ്ക്ക 25,000 രൂപയിൽ കൈമാറി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.1, 24.1. കൊച്ചി 30.8, 25.2. ആലപ്പുഴ 31.8, 25.6. പുനലൂർ 31.4, 23.8. തിരുവനന്തപുരം 31.6, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.